താനൂരിലും തവനൂരിലും UDF അവരുടെ പ്രവർത്തകർക്ക് ഓഫർ വെച്ചിരിക്കുകയാണ്. അതായത് 10,000-ന് മേലെ വോട്ട് പിടിക്കുന്നവർക്ക്, അല്ല 300-ന് മേലെ ഒരു ബൂത്തിൽ വോട്ട് പിടിക്കുന്നവർക്ക് 10,000 രൂപയും അതിൽ കൂടുതൽ പിടിക്കുന്നവർക്ക് 25,000 രൂപയും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസത്തെ വിദേശയാത്രയാണ്. സ്വപ്നം കാണാൻ പറ്റുമോ? ഇലക്ഷനൊക്കെ വലിയ ഓഫറല്ലേ കിട്ടുന്നത്? ഇത് അഴിമതി ആണ് ശരിക്കും. വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന കൈക്കൂലിയാണ്. വേറെ ഒന്നുമല്ല, കൈക്കൂലി. എന്താ പറയുക, ബ്ലാറ്റൻറ്റ് വയലേഷൻ ഓഫ് റൂൾസ് എന്ന് പറയും. നഗ്ന ലംഘനമാണിത്. ഈ തെരഞ്ഞെടുപ്പ് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, അതുപോലെ ഭാരതീയ ന്യായ സംഹിത, ഇതിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ച് ഇവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്. അതായത് ഇവർ പക്ഷേ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തകരോടാണ് പറയുന്നത്. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റിയിലുള്ള ഞങ്ങളുടെ ബൂത്ത് കൺവീനർ കാണും, ഇല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റി പ്രസിഡൻറ്റ് സെക്രട്ടറി കാണും. അവർ നന്നായിട്ട് പ്രവർത്തിക്കൂ, UDFന് വോട്ട് കൂടുതൽ നേടിത്തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിദേശ യാത്ര തരപ്പെടുത്തുന്നത് 15 ദിവസം. ഗൾഫ് രാജ്യങ്ങളാണ്, ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മിസൈൽ തലയിൽ വീഴുന്ന അവസ്ഥയാണ്. എങ്കിലും ടൂർ ഓഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 300 വോട്ട് പിടിക്കുകയാണെങ്കിൽ 10,000 രൂപ ഓരോ ബൂത്തും, അതിൽ കൂടുതൽ പിടിക്കുകയാണെങ്കിൽ 25,000 രൂപ. അത് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് പാർട്ടി പ്രവർത്തകർക്ക് ഉത്തേജനം നൽകാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും ഇത് ഇങ്ങനൊരു ഓഫർ ശരിയാണോ അല്ലയോ എന്ന് പ്രിയനെന്ന് ആലോചിച്ച് പറയുമോ എന്ന്. അപ്പോൾ വോട്ടർമാർക്ക് പൈസ കൊടുക്കുന്നതിന് തുല്യമാണിത്. വോട്ടർമാർക്ക് പൈസ കൊടുക്കുന്നതിന് തുല്യമാണ്. ഇനി ഈ ബൂത്ത് ലെവൽ പ്രവർത്തകരും പിന്നെ കമ്മിറ്റി പ്രവർത്തകരും ഒക്കെ വോട്ടർമാരെ സ്വാധീനിക്കില്ല എന്നുള്ളതിന് എന്താ തെളിവ്? അതെ, അപ്പോൾ അത് തെറ്റല്ലേ? അത് ഇവിടെ പിന്നെ ഇവർക്കെതിരെ കേസൊന്നും എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ ചെയ്തിരിക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വമാണ്. ഇരു മുന്നണികളും മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്യപ്പെടാത്ത പാടില്ലാത്ത ആളാ പാണക്കാട് തങ്ങൾ. ചക്രവർത്തിയാണ് അദ്ദേഹം. എല്ലാത്തിൻ്റെയും മുകളിലിരിക്കുന്ന ആളാണ്. അവരുടെ കുടുംബത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പച്ചപ്പട ഒരുമിച്ച് ഇറങ്ങി വന്ന് നമ്മളെയൊക്കെ ഇല്ലാതാക്കിക്കളയും. കയ്യും കാലും തലയും ഒക്കെ വിട്ടുവെന്നാ പറയുന്നത്. അത് അല്ലാഹു നബിയും കഴിഞ്ഞാൽ പിന്നെ പാണക്കാട് തങ്ങളാണെന്നല്ലോ. ഓ മൈ ഗോഡ്. അതിൽ വേറെ ഒരു കാര്യമുണ്ട്. ഇതിന് ഒരു തുടക്കമിട്ടത് തമിഴ്നാട്ടിൽ DMK-കാരാണ്. അവിടെ തിരുപ്പറംകുന്றம் എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് കരുണാനിധി 2006 തെരഞ്ഞെടുപ്പിൽ കരുണാനിധിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അയാൾ ഒട്ടിച്ചു വെച്ച് ഭരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഒരു സീറ്റ് ADMK-യുടെ MLA മരിച്ചുപോയി. അപ്പോൾ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്ത പണിയാണ് ഓരോ വോട്ടർമാർക്ക് 500 രൂപ വെച്ചിട്ട് കൊടുത്തു. അത് നേരിട്ട് കൊണ്ട് കൊടുക്കില്ല. അവൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിൽ, വീട്ടിലേക്ക് കൊടുക്കുന്ന ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിൽ, പിന്നെ പാലിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരു പാലിൻ്റെ പാക്കറ്റിൻ്റെ കൂടെ 500 രൂപ, പിന്നെ ഈ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ഒരു 500 രൂപ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ആളെന്നൊക്കെ ഒരു വോട്ട്. പണ്ടേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന TN ശേഷൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, അപ്പാവുക്ക് ചാരായം, അമ്മായിക്ക് സാരി. ഇതാണ് തെരഞ്ഞെടുപ്പ്, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ DMK-യുടെ നയം ഇതാണ്. അത് കുറച്ചുകൂടി മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ ക്യാഷിലേക്ക് വന്നു. പിന്നെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു MLA, ഒരു സ്ഥാനാർത്ഥി, അയാളുടെ ചിഹ്നം പ്രഷർ കുക്കറായിരുന്നു. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അയാളുടെ ചിഹ്നം അലോട്ടായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഉണ്ട്, അവർ ഒരു 2 ലോറി പിടിച്ചെടുത്തു. ആ 2 ലോറിയിൽ മൊത്തം പ്രഷർ കുക്കർ. ഞാൻ ചിഹ്നം കൊണ്ടുവന്നാണ്. ചിഹ്നം ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. പ്രസ്റ്റീജിൻ്റെയും ഹോക്കിൻസിൻ്റെയും പ്രഷർ കുക്കറും കൊണ്ടാണ് അവർ ചെന്നിരുന്നത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് മാത്രമല്ല, ആരോടാണ് ഇത് പറയാമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ മറ്റൊരു പാർട്ടിക്കാരാണെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കൂടി SDPI എന്ന് പറയുന്ന ഒരു കക്ഷിയായിട്ടാണ്
ഈ CPIM സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും തെരഞ്ഞെടുപ്പിൽ CPM ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും സഹായവിലയ്ക്ക് കുന്തിരിക്കവും ചന്ദനത്തിരിയും കർപ്പൂരവും പിന്നെ അരിയും അതൊക്കെ കൊടുക്കുന്ന ഷോപ്പുകൾ, ഇപ്പോൾ കോൺഗ്രസിന്റെ മൊഹബത്ത് ക ദൂക്കാൻ എന്നിട്ട് പറഞ്ഞ അതിന്റെ കൂടെ ഇതും കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം ഈ ഫ്രീ ബി കൾച്ചർ, എനിക്ക് തോന്നുന്നു BJPക്ക് ഫ്രീ ബി സംസ്കാരമൊന്നുമില്ല. അവർ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. ബ്ലൂ പ്രിൻറ്റ്, സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു പുറത്തിറക്കിയിട്ടുണ്ട് അവർ. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും സാമൂഹ്യ സുരക്ഷാ മേഖലയിലൊക്കെ എന്തൊക്കെ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടോ. അതല്ലാതെ വേറെ ഒന്നും ആരോടൊന്നും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇവിടെ കേരളത്തിൽ തുടങ്ങി വെച്ചത് CPM ഈ കിറ്റ് കൊടുക്കാൻ തുടങ്ങി. കിറ്റ് കൊടുത്ത്, കിറ്റാണ് ഫസ്റ്റ്. കേരളത്തിലൊന്നും വീഴില്ല എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ഈ TV, സൈക്കിൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഇതൊക്കെയായിരുന്നു തമിഴ്നാട്ടിലെ പരിപാടി. അതിന് മുമ്പ് ടേബിൾ ഫാനും സീലിംഗ് ഫാനൊക്കെ കൊടുത്തിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെ എംപ്ലോക്ക് വെച്ചിട്ടുള്ള TV ഓണാക്കുമ്പോൾ സർക്കാരിന്റെ എംബ്ലം അല്ല പ്രിയ, നല്ല കാര്യമായി. കരുണാനിധിയുടെ പടമുള്ള എംബ്ലം, കരുണാനിധിയുടെ പടമുള്ള TV, ഒരു ടെമ്പിളിന്റെ പടമൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിളൊക്കെ കാണുമായിരുന്നു TVക്കകത്ത്. കരുണാനിധിയുടെ ആണ്. DMKയുടെ എംബ്ലാണ് അവർ കൊടുത്തോണ്ടിരുന്നത്. ഉദയസൂര്യൻ ഇങ്ങനെ കാണിക്കും, കൈ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഉദയസൂര്യൻ്റെ എംബ്ലത്തിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ. അവരെ അഴിമതിയുടെ ആൾക്കാരാണ്. ആ രാഷ്ട്രീയ പാർട്ടി ജനിച്ചത് തന്നെ അഴിമതി നടത്താൻ വേണ്ടി. അതേ കൾച്ചറാണ് പിണറായി വിജയൻ ഇവിടെ കിറ്റിൽ കൂടെ കൊണ്ടുവന്നത്. ഇലക്ഷന് മുമ്പ് കിറ്റ് കൊടുത്തു, കിറ്റിൽ വീണു, ആൾക്കാർ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കിറ്റ് നിന്നു. ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുമല്ല, ഈ CPM കൊണ്ടുവന്ന ഈ കൾച്ചറിൽ കൂടെ കോൺഗ്രസ് വലിയൊരു അബദ്ധം ചെയ്യാൻ പോവുകയാണ്. ഇന്ദിര ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക്. മറ്റേ 5000 പ്രണയമുണ്ടെങ്കിലും KB ഗണേഷ് കുമാർ പറഞ്ഞു ഇത് KSRTC തകർക്കും ഈ പരിപാടി കൊണ്ടുവന്നാൽ. KB ഗണേഷ് കുമാർ പറഞ്ഞതാണ്. പക്ഷേ ഈ സാർ പറഞ്ഞ ഈ ഫ്രീ ബി സിസ്റ്റം, സൗജന്യം കൊടുത്ത് വോട്ട് പിടിക്കുക എന്ന് പറയുന്ന പരിപാടി, അതിൻ്റെ കുറച്ചുകൂടെ മുന്തിയ വെർഷനാണ് താനൂരിലും തവനൂരിലും ഇപ്പോൾ കാണുന്നത്. ഇനിയും അങ്ങോട്ടേക്കുള്ള കാലങ്ങളിൽ ഇതിലും കുറച്ചുകൂടി കൂടുതൽ ആയിട്ടുള്ള ഓഫേഴ്സ് വരും. ഈ KSRTCയുടെ കാര്യം പറയുമ്പോൾ അവർ സൗജന്യ യാത്ര ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ. പ്രിയൻ ഓർമ്മയുണ്ടോ? കേരള ഹൈക്കോടതി എത്ര തവണ ഇടപെട്ടു KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ, KSRTCയിൽ നിന്ന് പിരിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കാൻ. എത്ര തവണ കോടതിയുടെ ഓർഡർ വന്നു, ഉത്തരവ് വന്നു. എന്നിട്ടും ഇവർ ഓരോ തട്ടുമുട്ട് ഉത്തരം പറഞ്ഞ് മാറ്റി വയ്പ്പിക്കുകയായിരുന്നു. ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ്. തെറ്റല്ലേ അവർ ചെയ്യണത്? ഈ ബസ് നമ്മുടെ എറണാകുളത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലോർ ബസ്സുകൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം അനുസരിച്ച് ഇവർക്ക് കിട്ടിയ ആ ലോ ഫ്ലോർ ബസ്സുകൾ മുഴുവൻ ഇപ്പോൾ ഡംപ് ചെയ്തിരിക്കുകയാണ്. അതിന് മുഴുവൻ കാടും പടലയും ഒക്കെ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. മദ്യശാലയൊക്കെയായി മാറിയിരിക്കുന്നു. അതാ ഒരു ബസ്, ഒരാള് സോഷ്യൽ മീഡിയയിൽ എഴുതിയതാണ്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ബസ്സുകൾ ഒക്കെ കാടും പടലയും പിടിച്ച് കിടക്കുകയാണ് അതിനുള്ളിൽ മുഴുവൻ. അവിടെ അത് വൃത്തിയാക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ എനിക്ക് ലീസിന് തരികയാണ്, ഞാൻ അവിടെ പടവലങ്ങ കൃഷി ചെയ്തോളാം, അതിൽ 30% ഗവൺമെൻറ്റിന് തിരിച്ചു തരാം, 70% ഞാൻ എടുക്കുകയുള്ളൂ. നല്ല ഓഫറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞ് വന്ന് ഒരു ബിജു പ്രഭാകർ എന്തോറ്റിയായിരുന്നു ഈ MD, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അറ്റ്ലീസ്റ്റ് ആ കാടൊക്കെ വെട്ടിക്കളഞ്ഞു. പക്ഷെ ബസ്സുകളെ അവിടെ തന്നെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത്ര നല്ല ബസ്സുകൾ, എനിക്ക് തോന്നുന്നു അതെല്ലാം വോൾവോ ബസ്സുകളായിരുന്നു തോന്നുന്നു. അപ്പം ഇവിടെ ഈ ഫ്രീ ബി കൾച്ചർ അതുമാത്രമല്ല, പണ്ട് തൊട്ടേ ഈ മറ്റേ പരസ്യം ഒന്നും ഇല്ലാതെ തന്നെ കൈക്കൂലി കൊണ്ട് വോട്ടർമാർക്ക് കൊണ്ട് കൊടുക്കണ്ട് കേരളത്തിലെ. ഈ ചാരായവും പിന്നെ ബാൻ ചെയ്ത കാരണം മറ്റ് വില പിടിച്ച സ്പിരിറ്റ് കൊണ്ടൊന്നും കൊടുക്കണ്ട, പൈന്റും ക്വാർട്ടറും കുപ്പിയും ഫുള്ളും ഒക്കെ കൊണ്ട് കൊടുക്കണ്ടാവും. അതുകൂടാണ്ട് വേറെ പല പൈസ സമ്മാനങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുക്കണ്ടാവും. അത് ഈ സ്കീം ഇത് വളരെ കർശനമായിട്ട് ബാൻ ചെയ്യേണ്ടതാണ്. ഇത് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിന് തുല്യമാണ്. ബൂത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴ എന്നുള്ളത്. അതെ, ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ വലിയൊരു ലോങ് ടൈം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെ ഗ്രാമാന്തരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ അപരിചിതരാണ് വന്നിട്ട് കൈ നീട്ടും നമ്മുടെ മുമ്പിൽ നോക്കിയിട്ട് എന്തെങ്കിലും ചായ കുടിക്കാൻ കാശ് താട്ടെന്ന് ചോദിച്ചിട്ട്.
സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അവർ ഈ ഫ്രീ ബി ഇതുകൊണ്ട് ഇല്ലാതായി. അവർക്ക് സെൽഫ് റെസ്പെക്റ്റ്. അവർ ജോലിക്കൊന്നും പോവില്ല. ചാരായം ബാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും ചാരായം കിട്ടും. ഇതൊക്കെ പ്രാവർത്തികമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഇതാണോ? എലിയെ പിടിക്കാൻ വേണ്ടി ഇല്ലം ചുടുക എന്ന് പറയുന്ന പരിപാടിയില്ലേ, അതിൻ്റെ വേറൊരു വേർഷനാണിത്. ഇത് ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കുന്ന പരിപാടിയാണ് ഇവർ. പിന്നെ മുസ്ലിം ലീഗൊക്കെ ജനാധിപത്യ മതേതര കക്ഷിയാണല്ലോ. അവർക്ക് എന്തുമാത്രം ജനാധിപത്യത്തോട്. കോൺഗ്രസ്സോ ഇതാണ്. മുസ്ലിം ലീഗിൽ പാണക്കാട്ട് തങ്ങൾ, കോൺഗ്രസ്സിൽ ഗാന്ധി കുടുംബം, അവരാണ് ഭരിക്കണത്. അപ്പം നാച്ചുറലി അവരിതൊക്കെ ചെയ്യും. ജനാധിപത്യത്തെ എങ്ങനെയൊക്കെ കൊല്ലാക്കൊല്ല ചെയ്യും, അതൊക്കെ അവർ ചെയ്യും.